ഇപ്പോൾ ഹിയറിംഗ് ലോസ് വന്നു കഴിയുമ്പം വി യൂഷ്വലി തിങ്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ മതി. പെട്ടെന്ന് ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ തൊട്ട് കേൾക്കാൻ തുടങ്ങും. 70% ആൾക്കാർ ഹിയറിംഗ് എയ്ഡ് മേടിച്ചിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷേ ഹിയറിംഗ് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹിയറിംഗ് എയ്ഡിൽ കൂടെ കേൾക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇത് വെച്ച് ഓവർകം ചെയ്ത് വരുന്നു. ചിലർ ഒട്ടും ഇത് പറ്റാതെ അവർ നേരത്തെ തന്നെ ഗീവ് അപ്പ് ചെയ്യും. നിങ്ങൾ ക്ലിനിക്കിൽ വരുന്നതെല്ലാം ഓൾറെഡി നിങ്ങൾ പെയ്ഡ് ആയിട്ടാണ് വരുന്നത്. അതിൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഒരു ടെൻഷൻ പിടിച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ളതൊന്നും. വി ആർ ഓൾവേസ് കൺസേൺഡ്. ഓക്കെ, ഇതൊരു മെഷീനാണ്. ഓക്കെ, എങ്ങനെ ഇത് ഓടും, എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. ഹിയറിംഗ് എയ്ഡ് ഇസ് ലൈക്ക് എ വെരി എക്സ്പെൻസീവ് മെഷീൻ. വാങ്ങിച്ച് വെച്ചിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ആരെന്ത് പറയുന്നു, എവിടെ നിന്ന് കേൾക്കുന്നു എന്നുള്ളത് ആൻറ്റിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് വീക്ക് ആൻറ്റീനെ 1 monthന് ശേഷം ആഫ്റ്റർ ദ ട്രെയിനിങ് ലാസ്റ്റ് വീക്ക് ഞാൻ ഹാപ്പൻ ടു മീറ്റ് ഹർ. അപ്പം ആൻറ്റിയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ I could actually see ആൻറ്റിയുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഓർ ആൻറ്റി മിങ്കിൾ ചെയ്യുന്ന സർക്കിൾ ഭയങ്കരമായിട്ട് ആൻറ്റിക്ക് ആക്റ്റീവ്ലി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആൻറ്റി വന്നപ്പോൾ നമ്മളോട് ഒരു ഇഷ്യൂവും പറഞ്ഞായിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ലൈക്ക് ആൻറ്റി ഈ മെഷീൻ വെച്ച് കഴിഞ്ഞ് ആൻറ്റിയുടെ മകൻ അവധിക്ക് വന്നപ്പോഴാണ് ഈ മെഷീൻ വെച്ചത്. ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര നോയ്സി ആയിരുന്നു. ആൻറ്റിക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. ചെറിയ സൗണ്ടുകൾ ഭയങ്കര വലുതായിട്ട് തോന്നും. പിറ്റേ ദിവസം രാവിലെ ആൻറ്റിയുടെ മോൻ്റെ വൈഫ് അടുക്കളയിൽ പാത്രങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴുകുമായിരുന്നു. സോ വെൻ ഷി വാസ് വാഷിംഗ് ആ പാത്രങ്ങളുടെ ശബ്ദം ആൻറ്റിക്ക് ഭയങ്കര ഒച്ചയായിരുന്നു, ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. അപ്പൊ ആൻറ്റി എന്നെ ആ മോളോട് പറഞ്ഞു, എന്തിനാ ഇത്രയും ശബ്ദം വെച്ച് പാത്രം കഴുകുന്നതെന്ന്. അപ്പം വെച്ച് മകൻ തമാശക്കാണെങ്കിലും പറഞ്ഞു, എന്തിനാ അമ്മ ഇപ്പം മോളുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്. ദിസ് ഇസ് ഓൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. മേ ബി ആ ആൻറ്റി ഹിയർ ചെയ്തിരുന്ന സിസ്റ്റം കൂടുതലായിരുന്നു. നമ്മളും ചിലപ്പം പറഞ്ഞു കുഴപ്പമില്ല ആൻറ്റി, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറിയാണ്. പക്ഷെ വെൻ വി ടുക്ക് ദ ലൈക്ക് ആ കാര്യം നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്തപ്പോൾ വി ട്രെയിൻഡ് ഹെർ ടു ബി ഇൻ ലൗഡ് സിറ്റുവേഷൻ. അതായത് നമ്മൾ ലൗഡ് സിറ്റുവേഷൻ കൊടുത്ത് ആളുടെ സിസ്റ്റത്തിനെ കാം ചെയ്യിച്ച് ആ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ പ്രശ്നം മാറ്റി. കാര്യം ഇത് സൗണ്ട് കൂടുതലാന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ആൻറ്റിക്ക് കേൾക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ മെഷീന്റെ ഔട്ട് സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റത്തില്ല. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ 10 കൊല്ലമായിട്ട് കേൾവിക്കുറവ് ഉണ്ടായിരുന്നു. 10 കൊല്ലം കഴിഞ്ഞ ട്രീറ്റ്മെന്റ് എടുക്കാൻ വന്നത്. 10 കൊല്ലം ഈ കേൾവിക്കുറവായിട്ട് ജീവിച്ചൊരു വ്യക്തി ഒറ്റ ദിവസം കൊണ്ട് ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിയുമ്പോൾ ഡിഫിക്കൽട്ട്. ഹൗ വിൽ യു ആക്സെപ്റ്റ് ഇറ്റ്? നാളെ തൊട്ട് എന്നോട് പറയുക ഒരു പുതിയൊരു കണ്ണാടിയൊക്കെ വെച്ച് നടന്നോ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ഒക്കെ വെച്ച്. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ബിക്കോസ് സി എന്റെ ലൈഫ് സ്റ്റൈൽ ഓർ എന്റെ ക്രൗഡ് ഓഫ് പീപ്പിൾ ഹാസ് നെവർ സീൻ മീ വിത്ത് ദിസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. സി വൺസ് ഐ ഗെറ്റ് ട്രെയിൻഡ് ഇൻ ഇറ്റ്, വൺസ് അത് എന്നെ തന്നെ പറഞ്ഞു മെന്റലി മനസ്സിലാക്കുക, ഫിസിക്കലി അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആക്ച്വലി ഞാനത് അഡാപ്റ്റ് ആവുന്നതും. പിന്നെ മേ ബി യെസ് ഐ ഗോ ഇൻ ടു ദ സോഷ്യൽ ക്രൗഡ്. പക്ഷെ അതൊരു അതൊരു ഇന്റേണൽ വിൽ പവർ ആണ്. And that's what I think as a professional. Okay, we don't see only ആ ഒരു buying of the hearing aid മാത്രമല്ല, because building them mentally and very important. ഇപ്പൊ കാര്യം പറയട്ടെ, ബൈയിങ് ഒരു ഹിയറിംഗ് എയ്ഡ് ആരുടെ കയ്യിൽ നിന്ന് മേടിക്കാം. ഹിയറിംഗ് എയ്ഡ് ചെറുതായിട്ട് ഫസ്റ്റ് ട്യൂൺ ചെയ്യുന്നതും നിങ്ങൾക്ക് ആർക്കും ചെയ്യാം. പക്ഷെ ഓൺലി എ പ്രൊഫഷണൽ ക്യാൻ കറക്റ്റ് ഇറ്റ്. നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സി ഓഡിയോളജിസ്റ്റ് ഈസ് ഓൾവേസ് എ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ബിറ്റ്വീൻ ദ ഹിയറിംഗ് എയ്ഡ് ആൻഡ് എ പേഴ്സൺ. ആൾക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഹിയറിംഗ് എയ്ഡിനെ അതനുസരിച്ച് വർക്ക് ചെയ്യിക്കുന്ന ഒരാളാണ് ഓഡിയോളജിസ്റ്റ്. അപ്പൊ അയാളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്ത് അത് രീതിയിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആളുടെ പ്രശ്നങ്ങൾ എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പം അത് നിങ്ങളൊരു ഹിയറിംഗ് എയ്ഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി ഓഡിയോളജി സർവീസ് ആണ് മേടിക്കുന്നത്. അതായത് ആ ഓഡിയോളജിസ്റ്റ് നിങ്ങൾക്കൊരു ട്രീറ്റ്മെന്റ് എഴുതി തരുവാണ്, ഇത്ര നാളുകൊണ്ട് ഞാൻ ഈ പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആ സമയം വരെ നിങ്ങൾ ചിലപ്പോൾ ഓഡിയോളജിസ്റ്റിന്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ we feel very confident, because see, confidence is not simply buying a machine and keeping. It is about using it with the correct form of procedures. നമ്മളൊരു ചുമ്മാ ഒരു മാനുവൽ, ഓക്കെ, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു, മാനുവൽ വാങ്ങിച്ചു, 1 2 3 1 2 3 ഇതൊക്കെ യൂസ് ചെയ്തത് ശരിയായിക്കോളും എന്ന് വിചാരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതല്ല ആക്ച്വലി അവിടെ നടക്കുന്നത്. സോ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. വി ആർ ഓൾ ഹ്യൂമൻസ്. സോഷ്യൽ ബീയിങ്. നമ്മുടെ ബ്രെയിനിന്റെ ഒരു സ്പെസിഫിക് സാധന. ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന് മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടി എല്ലാം ഓട്ടോമേറ്റഡ് മോഡിലോട്ട് മാറ്റും. അതായത് ഇപ്പൊ നമ്മൾ ഡെയിലി ചെയ്യുന്ന റൂട്ടീൻസ് എല്ലാം അത് ഓട്ടോമേറ്റഡ് മെമ്മറിക്കകത്ത് കിടക്കുന്നത്. അത് നമുക്ക് അറിയാണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ അതെല്ലാം നമ്മൾ ചെയ്തോണ്ടിരിക്കുക. വർക്കിംഗ് ഹാബിറ്റ്സ്
വർക്കിംഗ് മെമ്മറി. ഹാബിറ്റ്സ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം, ഈവൻ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ക്യൂസ് ആക്കി വെച്ചേക്കാം. അപ്പൊ നമ്മൾ ചെറിയ ചെല്ലുന്ന സിഗ്നല് അതേപോലെ കിട്ടി പെട്ടെന്ന് പോയി പ്രോസസ് ചെയ്ത് പെട്ടെന്ന് തിരിച്ചു വരും. അപ്പം ഇതിനെ ഓൾട്ടർ ചെയ്ത് കഴിയുമ്പോൾ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. പുതിയൊരു സാധനം ഇത് വീണ്ടും വീണ്ടും വരുമ്പോൾ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. അതിനെ ഈ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്നൊക്കെ പറയുന്നത്. അതായത് കുറെ നേരം ബ്രെയിൻ പല രീതി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ബ്രെയിൻ ഗിവ് അപ്പ് ചെയ്യും. അങ്ങനെ ഗിവ് അപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്, മെമ്മറി ലോസ് ഇതെല്ലാം. ആക്ച്വലി ദാറ്റ് ഇസ് എ തിങ്. കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബിലത്തെ പേജിനകത്ത് വി ഹാഡ് സം ക്വസ്റ്റ്യൻസ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ഹിയറിംഗ് ലോസും ഡിമെൻഷ്യയും പറ്റി സർ ലൈക്ക് യു ഹാഡ് ഗിവൻ us എ ഭയങ്കര വെരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ വീഡിയോസ് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോ വൺ തിങ് ഇസ് ദാറ്റ് ആൾക്കാർക്ക് അത് ഇറ്റ്സ് എ ഫിയർ. നമ്മളെ ഓർത്തിരിക്കുന്ന കാര്യങ്ങള് നമ്മൾ ഓർക്കുന്നില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. സച്ച് എ ഫിയർ ഇൻ അവർ മൈൻഡ്. ആൻഡ് ഫിയർ എന്ന് വിളിക്കുന്നതാണല്ലോ സ്ട്രെസ്. ആൻഡ് സ്ട്രെസ് കൻ ഒബ്വിയസ്ലി ബി ലീഡ് ടു അതർ ഫാക്ടേഴ്സ്. അപ്പൊ ഈ ഹിയറിംഗ് ലോസും ഡിമെൻഷ്യയും തമ്മിലുള്ള ആ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഇറ്റ്സ് വെരി മച്ച് കണക്റ്റഡ്. നമ്മൾ ഹ്യൂമൻ ബീങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരാളാണ്. നമ്മളുടെ വിഷമം വേറെ ആളോട് പറയുക, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തെടുക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നമുക്ക് എബ്രാം സാർ നമ്മളുടെ അവിടെ വന്നിരുന്നു. സോ എബ്രാം സാറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ ആള് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നില്ല. വീട്ടിൽ ജസ്റ്റ് ആള് ടിവിയുടെ മുമ്പിലിരിക്കും, ടി വി പറയുന്ന ഒന്നും ആൾക്ക് കേൾക്കുന്നില്ല, ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരും ഇല്ല. കഴിഞ്ഞ ദിവസം നമുക്കൊരു 3 years കഴിഞ്ഞ ആള് വീണ്ടും ഫോളോ അപ്പിന് വന്നത്. പക്ഷെ ആ സമയത്ത് വന്നപ്പം പുള്ളി ഒരു സിവിയർ സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യയിലാണ് നിൽക്കുന്നത്. പുള്ളിയുടെ പേരെന്താന്ന് അറിയത്തില്ല, കൂടെ വന്ന മോളുടെ പേരെന്താന്ന് അറിയത്തില്ല, പുള്ളി നിൽക്കുന്ന സ്ഥലം ഏതാന്ന് അറിയത്തില്ല, ഇതൊന്നും പുള്ളിക്ക് അറിയത്തില്ല. സോ ദാറ്റ് ഈസ് ബിക്കോസ് നമ്മുടെ ബ്രെയിൻ വാസ് നോട്ട് യൂസിങ് ഓൾ ദിസ് മെമ്മറീസ്. അത് പയ്യെ 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 വേണ്ട നോക്കും. സോ ദാറ്റ് ഈസ് എ സിവിയർ പാർട്ട്. കാര്യം ആ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പം നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ചാലോ ട്രെയിനിങ് എടുത്ത് മാറും. പക്ഷെ വിൽ ടേക്ക് എ ലോഡ് ഓഫ് ടൈം. അവർ പക്ഷെ അത്രയും മെനക്കെട്ട് നമ്മളുടെ കൂടെ ട്രെയിൻ ചെയ്യാനായിട്ട്, അൺലെസ് ഒരാളുണ്ട് നമ്മളുടെ കൂടെ എപ്പോഴും വന്ന് നമ്മൾ ട്രെയിനിങ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഇൽ ടേക്ക് ടൈം. ഇതിനെ പോവാതെ പ്രിവെന്റ് ചെയ്യുന്നതാണ് ഏറ്റവും. വൺ മേജർ തിങ് ഇസ് ദ സ്പീഡ്. നമുക്ക് എല്ലാവർക്കും ഒരു സ്പീഡുണ്ട്. സോ ആ സ്പീഡ് മാറിക്കഴിയുമ്പോൾ തന്നെ നമ്മളുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി ചേഞ്ചസ്. അപ്പം അത് എങ്ങനെ റൂട്ടീനിൽ നിർത്താൻ പറ്റും, എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും, അതെല്ലാമാണ് നമ്മൾ നോക്കേണ്ടത്. എന്നോട് ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട്, എന്നാൽ ഞാൻ ഹയർ എൻഡ് ഹിയറിംഗ് എയ്ഡ് മേടിക്കാം, പക്ഷെ എനിക്ക് പ്രാക്ടീസിനൊന്നും വരാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബൈയിങ് എ ഹയർ എൻഡ് ഹിയറിംഗ് എയ്ഡ്. നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രോസസ്സിംഗ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കഴിവുണ്ടെങ്കിലല്ലേ നമ്മളിവിടെ ഹിയറിംഗ് എയ്ഡിന് ഹയർ എൻഡ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. സോ ബ്രെയിനിന്റെ പ്രോസസ്സിങ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് എടുത്തേ പറ്റത്തുള്ളൂ. അത് ട്രെയിനിങ് എടുത്ത് കറക്ഷൻ ചെയ്ത് അതിനെ ഫാസ്റ്റർ ആക്കി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി വേണം നമുക്ക് ഓരോ കറക്ഷൻസ് which we will understand on the process. Okay. So that's great. So I think ഈ dementia, like you said, ഭയങ്കര സ്കെറി ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ്. So